ഓണത്തെ ഏറെ പ്രതീക്ഷയോടെ കാണുകയാണ് മൺപാത്ര നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്മാര സമുദായക്കാർ. കാണാം കോഴിക്കോട് നിന്നുള്ള ഒരു റിപ്പോർട്ട്. ഓണം പടിവാതിൽക്കലെത്തി. ഓണത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് സദ്യ. നല്ല മൺപാത്രങ്ങളിൽ ഉണ്ടാക്കുന്ന സദ്യ തന്നെയാണ് നമ്മുടെ മനസ്സും വയറുമൊക്കെ നിറയ്ക്കുന്നത്. ഇത്തരത്തിൽ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന കോഴിക്കോട് ഓർക്കാട്ടേരിയിലെ മലോൽമുക്കിലെ കമ്മാര സമുദായത്തിൽപ്പെട്ടവരുടെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. മൺപാത്ര നിർമ്മാണ മേഖലയിൽ രാപ്പകൽ അധ്വാനിക്കുമ്പോഴും നീറുന്ന ചൂളയിൽ കളിമണ്ണ് കൊണ്ട് സ്വപ്നം മെനഞ്ഞ് ഓണം കൂടാൻ ഒരുങ്ങുകയാണിവർ. പണ്ടുകാലത്ത് ഓണം, വിഷു പോലുള്ള ആഘോഷ സമയങ്ങളിൽ പുതിയ മൺകലങ്ങൾ വാങ്ങുന്നത് പതിവായിരുന്നു. എന്നാൽ ഗ്യാസ് അടുപ്പുകളും നോൺ സ്റ്റിക് പാത്രങ്ങളുമെല്ലാം അടുക്കളയിൽ ഇടം പിടിച്ചു തുടങ്ങിയതോടെ മലയാളിയുടെ ഈ ശീലങ്ങൾക്കും മാറ്റം വന്നു തുടങ്ങി. അത് ബാധിച്ചതാവട്ടെ മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലാക്കിയ കമ്മാര സമുദായക്കാരെയും. കേരളത്തിൽ പല ഭാഗത്തും കമ്മാര സമുദായക്കാരുണ്ട്. എന്നാൽ വലിയൊരു വിഭാഗവും ഇപ്പോൾ മൺപാത്ര നിർമ്മാണ മേഖലയിൽ നിന്നും വിട്ടുപോകുന്ന സ്ഥിതിയാണ്, പ്രത്യേകിച്ച് പുതിയ തലമുറയിൽപ്പെട്ടവർ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മൺപാത്രങ്ങൾ എന്ന വ്യാജേനെ വില കുറഞ്ഞ പാത്രങ്ങൾ എത്തുമ്പോൾ പരമ്പരാഗതമായി കളിമണ്ണ് കൊണ്ട് നിർമ്മിക്കുന്ന കലങ്ങൾ വാങ്ങാൻ ആളുകൾ ഇല്ലാത്ത സ്ഥിതിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു 10-15 ദിവസം കഴിഞ്ഞ് ഇത് ചൂള വെച്ച് ഇതിൽ പൊട്ടാണ്ടെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അയ്യൊരു കാര്യം വെച്ചിട്ടാണ് ഓണം, വിഷു എല്ലാം കഴിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അത് ചിലപ്പോൾ കിട്ടി ഇങ്ങനെ ആയൊരു അവസ്ഥയാണ്. പിന്നെ കലം കൊണ്ടുപോയി ഇതെല്ലാം കൊണ്ടുപോയി വിറ്റ് വന്നിന് വേണമെന്നെല്ലാം ചെയ്യണമെങ്കിൽ പിന്നെ പറഞ്ഞാൽ പുറത്തുള്ള സാധനങ്ങളാണ് കൂടുതൽ മാർക്കറ്റ്. ഇവിടെ തന്നെ പറഞ്ഞാൽ കൂടുതൽ വിലയാണ്. കാരണം എന്നാൽ മണ്ണ് ഇവിടെ എത്തുമ്പോൾ 30,000 രൂപയോളം വരും. പുല്ല്, മടൽ, വിറക് ഇതിനെല്ലാം പൈസ കൂടുതലാണ്. അതേസമയത്ത് പാലക്കാട് വരുന്ന സാധനത്തിനെല്ലാം പൈസ കുറവാണ്. കാരണം മണ്ണ് ഗവൺമെൻറ് അലോടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവിൽ ഇവിടെ കച്ചവടം കുറവാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില ആളുകൾക്ക് പരമ്പരാഗതമായി തയ്യാറാക്കിയ മൺപാത്രങ്ങൾ വേണമെന്ന ആഗ്രഹം ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തൊഴിൽ ചെയ്യുന്നവർക്ക് ഓണക്കാലം പ്രതീക്ഷയുടേതുകൂടിയാണ്. മൺപാത്ര നിർമ്മാണത്തിനായി കളിമണ്ണ് വാങ്ങുന്നതിനുൾപ്പെടെ വലിയ തുക ചെലവാകുന്നുണ്ട്. അത് ഉപയോഗിച്ച് മൺപാത്രങ്ങൾ നിർമ്മിക്കാൻ ചൂള വെക്കുന്ന സമയത്ത് അവിടെയും നഷ്ടങ്ങൾ സംഭവിക്കാം. ഇതെല്ലാം കഴിഞ്ഞ് വിറ്റ് കിട്ടുന്ന തുക തുച്ഛവുമാണ്. എങ്കിലും അതിൽ സന്തോഷം കണ്ടെത്തുകയാണ് കമ്മാര സമുദായത്തിലെ മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ. നോൺ സ്റ്റിക് പാത്രങ്ങളിലെ പാചകമൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് തീർച്ചയായും നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾ ഈ ഓണക്കാലത്തെങ്കിലും നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. അങ്ങനെ ഈ കമ്മാര സമുദായത്തിൽപ്പെട്ടവരുടെ ഓണത്തിൽ നമുക്കും പങ്കാളികളാകാം. കോഴിക്കോട് നിന്നും അനൂപ് കുമാറിനൊപ്പം ശരണ്യ അനൂപ്.